സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ കാരണം അപകടങ്ങളും മരണങ്ങളും കൂടിയിട്ടും നിഷ്ക്രിയനായ പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന് തുറന്ന കത്തുമായി കെ.പി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി.ആർ. പ്രാണകുമാർ. റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണമായി പാതകളുടെ ദുരവസ്ഥ മാറിയിട്ടും മന്ത്രിയുടെ ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളിൽ മാത്രമാണെന്ന വിമർശനമാണ് സി.ആർ. പ്രാണകുമാർ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. തുറന്ന കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന് ഒരു തുറന്ന കത്ത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലമാണ് ഈ തുറന്ന കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. പോലീസ് ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഈ വർഷം ഒക്ടോബർ വരെ 40,821 റോഡ് അപകടങ്ങൾ സംസ്ഥാനത്തുണ്ടായി. 3,168 പേരാണ് കൊല്ലപ്പെട്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അപകടങ്ങളിലെ പ്രധാന വില്ലൻ. റോഡുകളുടെ അശാസ്ത്രീയമായ എഞ്ചിനീയറിംഗും ഡിസൈനും സുരക്ഷാ ബാരിയറുകളുടെ അപര്യാപ്തതയും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളാണ്. റോഡുകൾ മരണക്കിണറുകളാകുന്നത് താങ്കൾ കാണുന്നില്ലേ? റോഡുകളുടെ കൃത്യമായ പരിപാലനം താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ? അമ്മായിയപ്പന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് എത്ര കൃത്യമായും ഭംഗിയായും കാര്യക്ഷമമായും താങ്കൾ പരിപാലിക്കുന്നു? അതിന് താങ്കൾക്ക് ഞാൻ 100-ൽ 100 മാർക്കും നൽകുന്നു. അമ്മായിയപ്പനോട് ഇത്ര കരുതലും കൈത്താങ്ങും കാണിക്കുന്ന മറ്റൊരു മരുമകനെ കേരളം കണ്ടിട്ടില്ല. MLA ആയി ആദ്യ അവസരത്തിൽ തന്നെ സുപ്രധാന വകുപ്പുകളായ മരാമത്തും ടൂറിസവും മരുമകന്റെ കയ്യിൽ വെച്ചു തന്ന അമ്മായിയപ്പനോട് സ്നേഹം കാണിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. മന്ത്രി കസേര കിട്ടിയതിന് തൊട്ടു പിന്നാലെ അമ്മായിയപ്പന്റെ ക്ലിഫ് ഹൗസിൽ 2 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി താങ്കൾ നന്ദി കാണിച്ചു. അമ്മായിയപ്പന് 2ാം നിലയിൽ കയറാൻ ലിഫ്റ്റും കാലിത്തൊഴുത്തും എന്തിനേറെ പറയുന്നു 4.40 ലക്ഷം രൂപയുടെ ചാണകക്കുഴിയും ഒരു ഉളുപ്പും ഇല്ലാതെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് താങ്കൾ നിർമ്മിച്ചു കൊടുത്തു. താങ്കൾക്ക് എന്തും ചെയ്യാൻ താങ്കൾ യുവരാജാവാണ്. അമ്മായിയപ്പന്റെ കാലശേഷം താങ്കളുടെ പാർട്ടിയെ നയിക്കേണ്ടയാണ്. അത് നിങ്ങളുടെ കുടുംബക്കാര്യം. എന്റെ വിഷയം അതല്ല. റോഡ് അപകടങ്ങളിൽ എത്ര കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? റോഡ് അപകടങ്ങളിൽ കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ എത്ര ദാരുണമാണ്. റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ വീടുകൾ താങ്കൾ സന്ദർശിച്ചു. റോഡുകളിലെ കുഴിയിൽ വീണ് ആളുകൾ മരണപ്പെട്ടാൽ അത് സംസ്ഥാന കുഴിയല്ല എന്ന് പറഞ്ഞ് താങ്കൾ കൈ കഴുകിയത് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നു. താങ്കളുടെ മുൻഗാമി ജി സുധാകരൻ എത്ര ഭംഗിയായാണ് മരാമത്ത് വകുപ്പ് ഭരിച്ചിരുന്നത്. താങ്കളെ നയിക്കുന്നത് അഹന്തയാണ്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള താങ്കൾ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് അമ്മായി അപ്പനോടൊപ്പം വീണമീട്ടുന്നത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. എന്തിനാണ് ഇങ്ങനൊരു മന്ത്രി? റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത താങ്കൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും അർഹതയില്ല. താങ്കൾ മരാമത്ത് മന്ത്രി കസേര ഒരിഞ്ഞ് ജനങ്ങളെ രക്ഷിക്കണം. അമ്മായിയപ്പനോട് പോലീസ് വകുപ്പ് തരാൻ ആവശ്യപ്പെടുക. യുവരാജാവിന് നല്ലത് പോലീസ് വകുപ്പാണ്. ജനകീയ ബന്ധമുള്ള മറ്റേതെങ്കിലും മന്ത്രിക്ക് മരാമത്ത് വകുപ്പ് നൽകുക. അയാൾ റോഡ് നന്നായി പരിപാലിക്കട്ടെ. റോഡിലിറങ്ങുന്ന ജനങ്ങൾ തിരിച്ച് വീട്ടിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തട്ടെ. ആ നല്ല നാളേക്കായി മരാമത്ത് മന്ത്രി കസേര ഒഴിയാൻ താങ്കൾ തയ്യാറാവണം. പോലീസ് മന്ത്രിയായി പോലീസുകാരെ വീണമീട്ടിയ ശേഷം കാലം താങ്കൾക്ക് വാഴാം. യുവരാജാവിന് വിപ്ലവ അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞാണ് കെ.പി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി.ആർ. പ്രാണകുമാർ തന്റെ തുറന്ന കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.